നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ ഇന്ന് മുടങ്ങി. കേരളത്തിൽ നിന്നുള്ള 5 രാജ്യാന്തര സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. സർവീസ് ക്രമീകരണ ആപ്ലിക്കേഷനിലെ സാങ്കേതിക പ്രശ്നമാണ് കാരണമെന്ന് വിമാന കമ്പനി അധികൃതർ വിശദീകരിച്ചു. കരിപ്പൂർ, നെടുമ്പാശ്ശേരി, കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകൾ ഇന്നും മുടങ്ങി. നെടുമ്പാശ്ശേരിയിൽ നിന്ന് 8:35 ദമാമിലേക്കും 9:30 ബഹറിലേക്കുമുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയത്. കണ്ണൂരിൽ നിന്ന് മസ്കറ്റ്, റിയാദ് വിമാനങ്ങളും റദ്ദാക്കി. ജിദ്ദ വിമാനം വൈകി. കണ്ണൂരിൽ നിന്നുള്ള ദുബായ് വിമാനവും സർവീസ് നടത്തിയില്ല. വിമാനങ്ങൾ റദ്ദാക്കുന്നത് യാത്രക്കാരെ മുൻകൂട്ടി അറിയിച്ചിരുന്നെന്ന് എയർ ഇന്ത്യ അധികൃതർ വ്യക്തമാക്കി. എന്നാൽ പുതുക്കിയ സമയം യാത്രക്കാരെ അറിയിച്ചിട്ടില്ല. ജീവനക്കാരുടെ സമരം ഒത്തുതീർപ്പായെങ്കിലും പണിമുടക്കിയവരെ തിരിച്ചെടുക്കുന്നതിലെ നടപടിക്രമങ്ങളുടെ കാലതാമസമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് സൂചന. എന്നാൽ എല്ലാ ജീവനക്കാരും ഇന്നലെ തന്നെ ജോലിയിൽ തിരികെ പ്രവേശിച്ചെന്ന് ജീവനക്കാരുടെ സംഘടന അറിയിച്ചു. വിമാന സർവീസ് ക്രമീകരണ ആപ്പിലെ സാങ്കേതിക പ്രശ്നം കൊണ്ടാണ് സർവീസുകൾ റദ്ദാക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു. 24 കൊച്ചി. മലയാളി ഫ്രം ഇന്ത്യ സിനിമയ്ക്കെതിരെ വീണ്ടും കോപ്പിയടി ആരോപണം. മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ സാദിഖ് കാവിലാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. ചിത്രത്തിന്റെ പ്രമേയം ഉൾപ്പെടെയുള്ളവ 2021 എഴുതിയ തിരക്കഥയുടെ കോപ്പിയടിയാണെന്നാണ് ആരോപണം. നിവിൻ പോളി നായകനായ ചിത്രം മലയാളി ഫ്രം ഇന്ത്യയുടെ തിരക്കഥയെ ചൊല്ലിയുള്ള വിവാദം അവസാനിക്കുന്നില്ല. ചിത്രത്തിന്റെ കഥയുടെ പ്രമേയം ഉൾപ്പെടെ നിരവധി ഭാഗങ്ങൾ താൻ എഴുതിയ ആൽക്കമിസ്റ്റ് എന്ന തിരക്കഥയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്ന ഗുരുതര ആരോപണവുമായാണ് മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ സാദിഖ് കാവിൽ രംഗത്തെത്തിയിരിക്കുന്നത്. അഭിനേതാക്കളെ കാസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് മലയാളി ഫ്രം ഇന്ത്യ റിലീസാകുന്നത്. ചിത്രം കണ്ടപ്പോഴാണ് തനിക്ക് കോപ്പിയടി മനസ്സിലായതെന്നും സാദിഖ് വ്യക്തമാക്കി. ഇത് അറിയാവുന്ന തിരക്കഥ അറിയാവുന്ന ഒരുപാട് പേര് നമ്മളോട് അത് ഇതുപോലെ സമാനതകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് സാരമില്ലാന്ന് തന്നെ വെച്ചിരുന്നതാണ്. പക്ഷേ ഇന്നലെ ഈ ഞങ്ങളുടെ ആദ്യത്തെ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന പേര് ഞാനാണ് ഉണ്ടാക്കിയത്, എൻ്റെ ആദ്യത്തെ പേര് അതായിരുന്നു എന്നൊക്കെ പറയുന്ന കേട്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇത് സംതിങ് ഈസ് എന്തോ ഒരു സംഭവം ഉണ്ട് എന്ന് മനസ്സിലായിട്ടാണ്. അത് എത്രമാത്രം നമ്മുടേത് തന്നെ അവർ ചോർത്തിയെന്നറിയില്ല. പക്ഷേ ഈ സ്ക്രിപ്റ്റ് വായിച്ച് അതിൽ നിന്നുള്ള കുറേ പാർട്സ് അവർ വേറൊരു രീതിയിലേക്ക് മാറ്റിയിട്ടും അല്ലാതെയും ഒക്കെയാണ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിലൊരു മെയിൻ ഒരു കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്ത്രീ ശാക്തീകരണം, ഗേൾസ് എഡ്യൂക്കേഷൻ, ആ ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ ഈ മലയാളി ഫ്രം ഇന്ത്യയിലെ അവസാനമായിട്ടൊക്കെ കാണാൻ പറ്റുന്നുള്ളത്. അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സമാനതകൾ കണ്ടതുകൊണ്ടും ഈ ആൽക്കമിസ്റ്റാണ് എൻ്റെ ആദ്യ പേരെന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ടുമാണ് ഞങ്ങളിതെല്ലാവരെയും ഒന്ന് അറിയിക്കണമെന്ന് തോന്നിയത്. അല്ലാതെ ഒരു വിവാദത്തിൽപ്പെടണമെന്നോ ഇത് കൂടുതൽ ഒരു പബ്ലിസിറ്റിയോ അങ്ങനെയൊന്നും ആഗ്രഹിച്ചല്ല. സിനിമ സ്വപ്നം കാണുന്ന പ്രവാസികൾക്ക് ഇത്തരം പ്രവണതകൾ നൽകുന്ന ആഘാതം ചെറുതല്ലെന്നും സാദിഖ് കൂട്ടിച്ചേർത്തു. സിനിമയിലേക്ക് പോകണമെന്നും അതിൽ തിരക്കഥ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം, അദ്ദേഹത്തിന് ഡയറക്റ്റ് ചെയ്യണം, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് കേരളത്തിലും അല്ല ഇവിടെയൊക്കെ ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ ഒരു പിന്തിരിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുന്നൊരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ ചിത്രത്തിന്റെ കഥ തന്റെ ആശയമായിരുന്നു എന്ന് അവകാശപ്പെട്ട് കഥാകൃത്ത് നിഷാദ് കോയ രംഗത്ത് വരികയും ഇതിനെ തള്ളി സംവിധായകൻ ഡിജോയും തിരക്കഥാകൃത്ത് ഷാരിസ് മുഹമ്മദും മറുപടി പറയുകയും ഇവരെ ഫെഫ്ക പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. 24 ദുബായ്. പ്രവാസ ജീവിതത്തിന്റെ തിരക്കിനിടയിലും വ്യായാമത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത മലയാളികളെ കുറിച്ചാണിനി. പ്രായഭേദമന്യേ എല്ലാവർക്കും ചെയ്യാവുന്ന മെക്സ് 7 എന്ന വ്യായാമ മുറയാണ് ഇവർ പരിശീലിക്കുന്നത്. ശാരീരികവും മാനസികവുമായ ഊർജം പകരുന്ന ഈ വ്യായാമ മുറയ്ക്ക് സ്വീകാര്യത കൂടി വരികയാണ്. എന്നും രാവിലെ കൃത്യം 6 മണിക്ക് തുടങ്ങും. അരമണിക്കൂർ കൊണ്ട് പിരിയും. ജിദ്ദയിലെ ഖാലിദ് ബിൻ വലീദ് റോഡിന് സമീപത്താണ് ഈ കാഴ്ച. മെക്സ് 7 എന്ന വ്യായാമ മുറയാണ് ഇവർ പരിശീലിക്കുന്നത്. യോഗയും എയറോബിക്സും ഫിസിയോതെറാപ്പിയും മെഡിറ്റേഷനുമെല്ലാം ചേർത്ത് തയ്യാറാക്കിയ മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ. ജമ്പിംഗ് ജാക്സിൽ തുടങ്ങി ക്ലാപ്പിംഗിൽ അവസാനിക്കുന്ന 21 ഇനങ്ങൾ, 1750 പരം ശരീര ചലനങ്ങൾ. കൊണ്ടോട്ടി സ്വദേശി മുൻ സൈനികനായ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ 2012 തന്റെ നാട്ടുകാർക്കായി രൂപം കൊടുത്ത വ്യായാമ മുറകളാണ് ഇപ്പോൾ അതിർത്തി കടന്ന് വിദേശ രാജ്യങ്ങളിലും എത്തിയിരിക്കുന്നത്. തുടക്കത്തിൽ ഒരു പരമ്പരാഗത രീതിയിലുള്ള യോഗയായിരുന്നു പ്രാക്ടീസ് ചെയ്തിരുന്നത്. പക്ഷെ അത് സാധാരണക്കാർക്ക് മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് അതിൽ ഒരുപാട് നിരീക്ഷണങ്ങൾ നടത്തിയിട്ട് ആണ് ഇന്നത്തെ ഈ ഒരു രീതിയിലേക്ക് എത്തിയത്. അധിക ബ്രാഞ്ചുകളിൽ 40 വയസ്സിൽ കൂടുതലുള്ള ആളുകളാണ് അധിക ബ്രാഞ്ചുകളിലും ഇതിൽ പങ്കെടുത്ത് അവർക്ക് കിട്ടുന്ന ആ ഒരു ആരോഗ്യ ഗുണങ്ങളാണ് ഇതിനെ മറ്റു എക്സസൈസുകളിലും പ്രധാനമായിട്ടും വ്യത്യസ്തമാക്കുന്നത്.
പ്രത്യേകിച്ചും പ്രവാസികൾക്ക് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അതിൽ നിന്നും മരുന്നുകളിൽ നിന്നും മറ്റൊക്കെ വിമുക്തി നേടുന്നതിനും ഭാവിയിൽ ഇത്തരം രോഗങ്ങളൊക്കെ വരാതിരിക്കുന്നതിനൊക്കെ ഈ എക്സസൈസ് വളരെ ഉപകാരപ്രദമാണ്. പ്രായഭേദമന്യേ ആർക്കും ചെയ്യാവുന്ന വളരെ ലളിതമായ ഒരു കോമ്പിനേഷനാണ് മെക്സവൻ. ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതോടൊപ്പം ഇതിലൂടെ മസിൽ മെമ്മറി പവറുകൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഈ എക്സസൈസ് മാത്രമല്ല ഇതിനുള്ള ഒരു മോർണിംഗ് വൈബ്സ് ഉണ്ട്, ഒരു പ്രഭാത സ്പന്ദനം എന്നൊക്കെ പറയുന്നത്. ഒരു 40 മുതൽ 50 ആളുകളെ വരെ കാണുക എന്നുള്ളത് ഒരു മോർണിംഗിൽ രാവിലെ 6 മണി മുതൽ, ഇതിന് മുമ്പ് 6:30 ഇപ്പോൾ 6 മണിക്കാണുള്ളത്. അപ്പം അത് വലിയൊരു വൈബ്സാണ്. പിന്നെ നമ്മുടെ ബോഡിയുള്ള എല്ലാ പാർട്സും എല്ലാ ഭാഗങ്ങളും ചലിക്കുന്നുണ്ട്. ശാരീരികമായി പല വിധത്തിലുള്ള അസുഖങ്ങളുള്ള എനിക്ക് അവിടെ അത് തുടർന്നപ്പോൾ വളരെ ആശ്വാസം ആണ് ശരീരത്തിന് ലഭിച്ചത്. മത രാഷ്ട്രീയ ഭിന്നതകളെല്ലാം മറന്ന് സൗഹൃദം പങ്കുവെക്കാനുള്ള അവസരം കൂടിയാണ് മെക്സവൻ. 3, 4, 5, 5, 5. പണച്ചെലവില്ലാതെ കാര്യമായ സമയം ചെലവഴിക്കാതെ ചെയ്യാവുന്ന വളരെ ലളിതമായ ഒരു വ്യായാമമുറ. കേരളത്തിന് പുറമെ ഗൾഫ് നാടുകളിലും ഇതിന് പ്രചാരണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജലീൽ കണ്ണമംഗലം, 24, ജിദ്ദ. ജിദ്ദ കിങ് അബ്ദുൾ അസീസ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ മിത്രാസിന്റെ നേതൃത്വത്തിൽ നഴ്സസ് ഡേ ആഘോഷിച്ചു. നഴ്സിംഗ് ഡയറക്ടർ ഡോക്ടർ ഗാഥ അബ്ദുള്ള മുഖ്യാതിഥിയായിരുന്നു. യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ 25 വർഷം പൂർത്തിയാക്കിയ നഴ്സസിനെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. അഫ്സൽ റഹ്മാൻ, സബീന റഷീദ്, തരീഖ്, ലീന അനിൽ എന്നിവർ സംസാരിച്ചു. ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ മാമ്പഴോത്സവം ആരംഭിച്ചു. അബുദാബി അൽ വഹ്ദ മാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ സുൽത്താൻ റാഷിദ് അൽ സാബി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ, UAE, മലേഷ്യ, വിയറ്റ്നാം, ഉഗാണ്ട തുടങ്ങിയ 14 രാജ്യങ്ങളിൽ നിന്നുള്ള 70-ൽ പരം വ്യത്യസ്ത ഇനം മാമ്പഴങ്ങളാണ് പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായി ഒരുക്കിയിരിക്കുന്നത്. ഈ മാസം 19 വരെയാണ് മേള. സ്ത്രീകൾക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ RMP നേതാവ് KS ഹരിഹരനെതിരെ കേസെടുത്തു. സ്ത്രീത്വത്തെ അപമാനിച്ചു, സമൂഹത്തിൽ ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് വടകര പോലീസിന്റെ FIR. മഹിളാ അസോസിയേഷൻ നൽകിയ പരാതിയിലാണ് കേസ്. നിയമപരമായി നേരിടുമെന്നും പാർട്ടി തനിക്കൊപ്പമുണ്ടെന്നും KS ഹരിഹരൻ 24-നോട് പറഞ്ഞു. കാരണം കേരളത്തിൽ ആദ്യമായിട്ട് ഈ പ്രശ്നത്തിൽ ഒരു മാപ്പ് പറഞ്ഞ് ജനങ്ങളോട് പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞ ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് ഞാനാണ്. മറ്റുള്ളവരൊന്നും പറഞ്ഞിട്ടില്ല. മറ്റുള്ളവർക്കെതിരെ കേസെടുത്തൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും കേസിനെ നിയമപരമായിട്ട് നേരിടും. പരാമർശം തള്ളിക്കളയുന്നതുകൊണ്ട് പാർട്ടി എന്നെ തള്ളിക്കളയുന്നു അർത്ഥമില്ല. പാർട്ടി എനിക്കൊപ്പമുണ്ട്. സ്ത്രീവിരുദ്ധ പ്രസ്താവന നടത്തിയ RMP നേതാവ് KS ഹരിഹരന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു. രാത്രി 8:15-ഓടെയാണ് ആക്രമണം. മതിലിൽ തട്ടി സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചതിനാൽ അപകടം ഒഴിവായി. എറിഞ്ഞത് ബോംബ് തന്നെയെന്ന് KS ഹരിഹരൻ 24-നോട് പറഞ്ഞു. ആക്രമണത്തിന് പിന്നിൽ CPIM ആണെന്ന് KK രമ MLA ആരോപിച്ചു. ഇപ്പോൾ ആക്രമണം നടന്നാൽ ഗുണഭോക്താവ് ആരെന്ന് എല്ലാവർക്കും അറിയാമെന്നായിരുന്നു DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫിന്റെ മറുപടി. ഞാൻ നടത്തിയ പ്രസംഗത്തിൻ്റെ പേരിൽ വിവാദം വരുന്നു വന്നപ്പോൾ ഞാനത് വളരെ മാന്യമായിട്ട് അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ബന്ധപ്പെട്ടവരോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. അത് പറഞ്ഞതിന് ശേഷവും ആണ് P മോഹനൻ കോഴിക്കോട് പത്രസമ്മേളനം നടത്തുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇതങ്ങനെ മാപ്പ് പറഞ്ഞാൽ തീരുന്നൊരു കേസല്ല എന്നാണ്. ഉച്ചയ്ക്ക് ഒരു സംഘം വന്ന് അവർ വെല്ലുവിളിച്ചപ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതാണത്. അതുകൊണ്ട് CPM അല്ലാതെ വേറൊരാളും ഇതിന് പിന്നിലില്ല. കാരണം CPMൻ്റെ സ്വഭാവം വെച്ചിട്ട് അവരങ്ങനെ പെട്ടെന്ന് ആക്രമണത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന രീതിയില്ല. നമ്മളത് കരുതുക എന്നുള്ളത് മാത്രമേ വഴിയുള്ളൂ. ഇത് ഒരു വ്യക്തി നടത്തിയ ഒരു പരാമർശത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അതിനെ തള്ളിപ്പറയുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഞങ്ങൾ പാർട്ടി എന്ന നിലയ്ക്കും അത് പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള നിലപാടെടുത്ത് നിൽക്കുകയാണ്. പക്ഷേ ആ വ്യക്തിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അതിന്റെ ഭാഗമായിട്ടാണല്ലോ വീടിന് നേരെ ബോംബെറിയാൻ വേണ്ടിയിട്ടൊരു പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. വേറെ ആരാണ് ഇപ്പൊ ഇത് ചെയ്യുന്നത്? അതുകൊണ്ടാണല്ലോ P മോഹൻ പത്രസമ്മേളനം നടത്തി ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിരിക്കുമല്ലോ. അപ്പൊ ഇതൊക്കെ മനസ്സിൽ കണ്ടിട്ടാണോ പറഞ്ഞത്? അല്ലാതെ എന്തിനാണ് ഇപ്പൊ ഒരു ബോംബ് ഹരിഹരന്റെ വീടിന് എറിയേണ്ടത്? യാതൊരു ആവശ്യവുമില്ലല്ലോ. മുഖം നഷ്ടപ്പെട്ടു നിൽക്കുക ഹരിഹരനെ പിന്തുണക്കുന്ന KK രമ ഉൾപ്പെടെയുള്ള UDFന്റെ നേതാക്കന്മാർ ആകെ ഇന്ന് കേരള സമൂഹത്തിൽ ഒറ്റപ്പെട്ടിരിക്കുക, ജാള്യത കൊണ്ടിരിക്കുക. ആരുടെ ആഗ്രഹമായിരിക്കും ഹരിഹരന്റെ വീടിന് നേരെ ബോംബെറിയുക എന്നുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അക്രമം നടക്കുക എന്നുള്ളത്? അവരുടെ ആഗ്രഹമായിരിക്കും.
അതുകൊണ്ട് അതിൻ്റെ പിന്നിലൊക്കെ ആരാ എന്നുള്ളത് പോലീസ് കണ്ടെത്തട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹരിഹരൻ ഈ കേരളത്തിന് മുമ്പിൽ പടച്ചുവിട്ട ആ ഒരു പ്രചരണമുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അത്യന്തം ഹീനമായ സ്റ്റേറ്റ്മെൻറ്റാണ്. വെറുക്കപ്പെടേണ്ട, ഏറ്റവും കൃത്യമായി എതിർക്കേണ്ട, ചെറുത്തു തോൽപ്പിക്കേണ്ട വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കാസർഗോഡ് കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറി. KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ രാജ്യഭീഷണി ഉയർത്തിയെങ്കിലും വിവാദമായതോടെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താനും പെരിയ കൊലപാതക കേസിലെ പ്രതികളും രഹസ്യമായ സൗഹൃദം പുലർത്തുന്നുവെന്നും കുറിപ്പിൽ പരാമർശമുണ്ടായിരുന്നു. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ 13-ാം പ്രതി ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് പെരിയ പങ്കെടുത്തതിന്റെ ഫോട്ടോ പുറത്തുവന്നതോടെയാണ് കാസർഗോഡ് കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉടലെടുക്കുന്നത്. നടപടി നേരിട്ടതോടെ ചടങ്ങിൽ KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തുവെന്ന് പ്രമോദ് പെരിയ ആരോപിച്ചു. ഇതിന് പിന്നാലെ ബാലകൃഷ്ണൻ പെരിയയെ ലക്ഷ്യമിട്ട് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഫേസ്ബുക്ക് പോസ്റ്റുമെത്തി. രക്തസാക്ഷികളുടെ ആത്മാവിനെ വേദനിപ്പിച്ചവർക്ക് മാപ്പില്ലെന്നായിരുന്നു വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തനിക്കെതിരെ ഈ സഖ്യം പ്രവർത്തിച്ചെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിച്ചു. ഇതോടെയാണ് രാജ്യപ്രഖ്യാപനവുമായി KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ എത്തുന്നത്. പെരിയ കൊലപാതക കേസിലെ പ്രതി മണികണ്ഠനും ഉണ്ണിത്താനും രഹസ്യമായി സൗഹൃദം പങ്കിടുന്നവരെന്നാരോപിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലായിരുന്നു രാജ്യഭീഷണി. തുടർന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടതോടെ ബാലകൃഷ്ണൻ പെരിയ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു. 24 കാസർഗോഡ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. 10 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി 96 മണ്ഡലങ്ങളിൽ ജനം വിധിയെഴുതും. നേതാക്കളുടെ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. ആദ്യ 3 ഘട്ടങ്ങളിൽ രേഖപ്പെടുത്തിയ വോട്ടുകളുടെ എണ്ണം കൃത്യമായി പുറത്തുവിടാത്തതിനെതിരെ മാധ്യമപ്രവർത്തകരുടെ സംഘടനകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു. അത്യന്തം വാശിയേറിയ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടത്തിൽ 96 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 170 വനിതകളടക്കം 1717 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. അഖിലേഷ് യാദവ്, മൗവ മൊയ്ത്ര, ഗിരിരാജ് സിംഗ്, YS ഷർമിള, അർജുൻ മുണ്ട, ശത്രുഘ്നൻ സിൻഹ തുടങ്ങിയവരാണ് നാളെ ജനവിധി തേടുന്ന പ്രമുഖർ. പ്രചാരണ വേദികളിൽ നേതാക്കൾ തമ്മിൽ വാക്പോര് കനക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംവാദത്തിന് വെല്ലുവിളിച്ച രാഹുൽ ഗാന്ധിക്കെതിരെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി രംഗത്തെത്തി. लेकिन प्रधानमंत्री मोदी के साथ समतल एक समकक्ष बात करने वाले व्यक्ति से मैं पूछना चाहती हूं, क्या वो इंडी गठबंधन के प्रधानमंत्री के उम्मीदवार हैं? ഉത്തർപ്രദേശിൽ BJP MPയെ സമാജ്വാദി പാർട്ടി ലോക്സഭാ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ദദോഹി MP രമേശ് ബിന്ദിനെയാണ് സമാജ്വാദി പാർട്ടി മിർസാപൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത്. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ ഹെലികോപ്റ്ററിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധന നടത്തിയതിനെതിരെ കോൺഗ്രസ് രംഗത്തു വന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമീപനം ദുരുദ്ദേശപരമാണെന്നാണ് വിമർശനം. 3 ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തവണ പോലും വാർത്താ സമ്മേളനം നടത്താത്തതിൽ മാധ്യമപ്രവർത്തകരുടെ സംഘടനകൾ അതൃപ്തി അറിയിച്ചു. ആകെ പോൾ ചെയ്ത വോട്ടുകൾ എത്ര എന്ന കമ്മീഷൻ പുറത്തുവിടാത്തത് ഞെട്ടിക്കുന്നതും ആശ്ചര്യപ്പെടുത്തുന്നതുമാണ്. തെരഞ്ഞെടുപ്പിന്റെ സുതാര്യതയെക്കുറിച്ച് ജനങ്ങളുടെ മനസ്സിൽ ആശങ്കയുണ്ടാക്കിയെന്നും പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ കമ്മീഷൻ അയച്ച കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. 24 ഡൽഹി. ആന്ധ്രാപ്രദേശിൽ വോട്ടിന് പണം നൽകി വോട്ടർമാരെ കൊണ്ട് സത്യം ചെയ്യിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. തിരുപ്പതിയിൽ നിന്നാണ് ദൃശ്യങ്ങൾ പുറത്തുവന്നത്. YSR കോൺഗ്രസിന്റെ പ്രാദേശിക പ്രവർത്തകരാണ് വോട്ടർമാരെ കൊണ്ട് സത്യം ചെയ്യിച്ചത്. ക്ഷേത്രത്തിന് മുന്നിൽ കത്തിച്ചു വെച്ച കർപ്പൂരം സാക്ഷിയാക്കിയാണ് വോട്ടർമാരെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചത്. തന്റെയും തന്റെ കുടുംബത്തിന്റെയും വോട്ട് പണം വാങ്ങിയ പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യുമെന്നായിരുന്നു സത്യവാചകം. സാമൂഹ്യ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. മോദി ഗ്യാരണ്ടിക്ക് ബദലായി കെജ്രിവാൾ ഗ്യാരണ്ടിയുമായി ആം ആദ്മി പാർട്ടി. 10 വാഗ്ദാനങ്ങളാണ് പാർട്ടി അധ്യക്ഷനും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെച്ചത്. നരേന്ദ്രമോദിയുടെ ഒരു ഗ്യാരണ്ടിയും നടപ്പായില്ലെന്ന് പരിഹസിച്ച അരവിന്ദ് കെജ്രിവാൾ BJPയിലെ വിരമിക്കൽ പ്രായം വീണ്ടും ഉന്നയിച്ചു. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി പാഴ്വാക്കാണെന്ന വിമർശനത്തോടെയാണ് ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് അരവിന്ദ് കെജ്രിവാൾ സ്വന്തം ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചത്. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ രാജ്യത്തുടനീളം 24 മണിക്കൂറും വൈദ്യുതി ഉറപ്പാക്കും. എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം. ഗ്രാമങ്ങൾ തോറും മൊഹല്ല ക്ലിനിക്കുകൾ സ്ഥാപിക്കും. ചൈന കയ്യേറിയ ഭൂമി തിരിച്ചുപിടിക്കും. അഗ്നിവീർ പദ്ധതി റദ്ദാക്കും. കാർഷിക വിളകൾക്ക് സ്വാമിനാഥൻ ഫോർമുല അനുസരിച്ച താങ്ങുവില ഏർപ്പെടുത്തും. ഡൽഹിക്ക് പൂർണ്ണ സംസ്ഥാന പദവി നൽകും. 2 കോടി യുവാക്കൾക്ക് തൊഴിൽ. അഴിമതി തുടച്ചു നീക്കും. GST നിയമം പരിഷ്കരിക്കും എന്നിവയാണ് വാഗ്ദാനങ്ങൾ. सबसे पहली गारंटी है
देश के अंदर 24 घंटे बिजली का इंतजाम करेंगे, उसके हर बच्चे को अच्छी शिक्षा का इंतजाम न कर दिया जाए। पूरे देश में कोने कोने में, हर गांव में, हर मोहल्ले में मोहल्ला क्लिनिक खोला जाएगा। शानदार डिस्ट्रिक्ट हॉस्पिटल जितने उनको मल्टी स्पेशलिटी बना के, मोदी जी ने गारंटी दी थी 15 लाख रुपए हर एक के अकाउंट में जमा कराएंगे, वो उन्होंने नहीं कराए। ബിജെപിയിലെ വിരമിക്കൽ പ്രായം അരവിന്ദ് കെജ്രിവാൾ വീണ്ടും ഉന്നയിച്ചു. ബിജെപിയിലെ നേതാക്കൾക്ക് പ്രായപരിധി കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ്. സ്വന്തം കാര്യത്തിൽ ഈ നിയമം ബാധകമല്ലെങ്കിൽ മോദി തന്നെ അത് വ്യക്തമാക്കണമെന്ന് കേജ്രിവാൾ പറഞ്ഞു. जिस नियम में आडवाणी जी रिटायर हुए, मैं उस नियम पे अपने ऊपर नहीं, या तो प्रधानमंत्री जी कह दें कि वो नियम अब मेरे ऊपर लागू नहीं होगा, आडवाणी जी के लिए बनाया था वो, या तो वो कह दें। लेकिन വരും ദിവസങ്ങളിൽ ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ അരവിന്ദ് കെജ്രിവാൾ പ്രചാരണം നടത്തും. 24 ഡൽഹി. കോഴിക്കോട് കോടഞ്ചേരിയിൽ ഡോക്ടർക്ക് നേരെ രോഗിയുടെ കയ്യേറ്റ ശ്രമം. ഹോളിക്രോസ് ആശുപത്രിയിലെ ഡോക്ടർ സുസ്മിതിനെയാണ് കോടഞ്ചേരി സ്വദേശി രഞ്ജു കല്ലുകൊണ്ട് തലക്കിടിക്കാൻ ശ്രമിച്ചത്. ഡോക്ടറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. ഇന്നലെ രാത്രി വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സ തേടിയെത്തിയതാണ് യുവാവ്. പ്രാഥമിക ചികിത്സ നൽകിയെങ്കിലും അത് പോരെന്ന് പറഞ്ഞ് യുവാവ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറെ അസഭ്യം പറഞ്ഞെന്നാണ് പരാതി. ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചതോടെയാണ് ഡോക്ടർ സുസ്മിതിനെതിരെ യുവാവ് തിരിഞ്ഞത്. ഡോക്ടറുടെ ഫോൺ പിടിച്ചു വാങ്ങി നിലത്തെറിഞ്ഞു. മൊബൈലുള്ളൂ, പിന്നെ പോലീസ് എന്റെ കൂടെ ഉണ്ട്, പിന്നെ ഇവിടുത്തെ മൊബൈൽ അടിക്കാനാണ്. ഡോക്ടർ മൊബൈൽ പിടിക്കോ, ഡോക്ടർ മൊബൈൽ പിടിക്കോ, ഈ ഡോക്ടറാ. എൻ്റെ ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി ഡോക്ടറിൻ്റെ എതിരെ മദ്യപിച്ച് ബൈക്കിൽ നിന്ന് വീണ് വന്നൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അവർ തമ്മിൽ എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള വെർബൽ അബ്യൂസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, തെറി പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിനുശേഷം അയാൾ എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ അടുത്ത്, ഞാൻ ആ പേഷ്യൻറ്റിനെ കണ്ടിട്ടില്ല, കൺസൾട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അയാൾക്ക് ചികിത്സ മതിയായില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ട്രീറ്റ് ചെയ്താൽ മതിയോ, ഞാൻ ട്രീറ്റ് ചെയ്യാം, നിങ്ങളൊന്ന് സമാധാനപ്പെടുക എന്നൊക്കെ ഞാൻ പറഞ്ഞതായിരുന്നു. അതിനുശേഷവും അയാൾ ഭയങ്കരമായിട്ട് OP-ന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ലേഡി ഡോക്ടറെ ആണെങ്കിലും എന്നെ ആണെങ്കിലും ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള തെറിവിളിയും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇയാൾ ഇങ്ങനെ തെറി വിളിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തത് അയാളെ കൂടുതൽ പ്രകോപിതനാക്കി. അയാൾ എന്നെ 3-4 വട്ടം ഉന്തി തള്ളി മാറ്റി. പരിക്കേറ്റ ഡോക്ടർ സുസ്മിത് ചികിത്സ തേടി. കോടഞ്ചേരി പോലീസിൽ യുവാവിനെതിരെ പരാതി നൽകി. യുവാവ് മദ്യലഹരിയിലായിരുന്നുവെന്നാണ് സൂചന. 24 കോഴിക്കോട്. മലപ്പുറത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് 2 മരണം കൂടി. ഒരാഴ്ചക്കിടെ 3 മരണമായി. രോഗവ്യാപനത്തിന്റെ സാഹചര്യത്തിൽ നാളെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേരും. പാലക്കാട് മണ്ണാർക്കാട് കോട്ടപ്പാടത്ത് പനി ബാധിച്ച 3 വയസ്സുകാരി മരിച്ചു. മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്ന കാളികാവ് സ്വദേശി ജിഗിൻ, പോത്തുകല്ല് കോടാലിപ്പൊയിൽ സ്വദേശി ഇത്തിക്കൽ സക്കീർ എന്നിവരുടെ മരണമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ജിഗിൻ ഭിന്നശേഷിക്കാരനാണ്. 1 മാസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വെള്ളിയാഴ്ച രാത്രിയാണ് മരണം സ്ഥിരീകരിച്ചത്. കുട്ടിയുടെ പിതാവും സഹോദരനും രോഗബാധയെ തുടർന്ന് ചികിത്സയിലാണ്. നിലമ്പൂരിലും പോത്തുകല്ലിലും ചാലിയാറിലുമാണ് ആശങ്കയുള്ളത്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ നാളെ അടിയന്തര യോഗം ചേരും. തീവ്രവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രോഗം പരത്തുന്ന വൈറസിന് ജനിതക മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്ന സംശയവും അധികൃതർക്കുണ്ട്. വിശദ പരിശോധനയ്ക്കായി സാമ്പിളുകൾ തിരുവനന്തപുരത്തെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. പാലക്കാട് മണ്ണാർക്കാട് കോട്ടോപ്പാടത്ത് അമ്പലപ്പാറ ST കോളനിയിലെ കുമാരന്റെ മകൾ ചിന്നുവാണ് പനിബാധയെ തുടർന്ന് മരിച്ചത്. ഇന്ന് രാവിലെ 10:45 കുട്ടി കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാനത്ത് ഇന്നും പലയിടങ്ങളിലും വേനൽമഴ ലഭിച്ചു. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വേനൽമഴ ശക്തി പ്രാപിക്കുകയും ചൂട് കുറയുകയും ചെയ്തതോടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം ഗണ്യമായി കുറഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട്. പത്തനംതിട്ട നഗരത്തിലും മലയോര മേഖലകളിലും കോഴിക്കോട് മുക്കത്തും ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴ ലഭിച്ചു. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും മറ്റന്നാൾ തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത. ഇടിമിന്നലിനും മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കഴിഞ്ഞ 2 ദിവസമായി സംസ്ഥാനത്ത് ലഭിക്കുന്ന വേനൽമഴ KECBയെ തുണച്ചു. വൈദ്യുതി ഉപഭോഗത്തിൽ ഗണ്യമായ കുറവാണുണ്ടായത്. കഴിഞ്ഞ 10 ദിവസമായി സംസ്ഥാനത്തെ ശരാശരി പ്രതിദിന ഉപഭോഗം 110 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു. ഇത് വേനൽമഴയെ തുടർന്ന് 100 ദശലക്ഷം യൂണിറ്റിന് താഴെയെത്തി.
വെള്ളിയാഴ്ച 98.83 ദശലക്ഷം യൂണിറ്റായിരുന്നു ഉപഭോഗം. ഇന്നലെ ഇത് വീണ്ടും കുറഞ്ഞ് 95.69 ദശലക്ഷം യൂണിറ്റായി. പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകതയും കുറഞ്ഞു. 4585 മെഗാവാട്ടായിരുന്നു ഇന്നലത്തെ പീക്ക് സമയ വൈദ്യുതി ആവശ്യകത. ഉപഭോഗം കുറഞ്ഞാൽ പ്രാദേശിക നിയന്ത്രണം ഒഴിവാക്കാനാണ് KSEB തീരുമാനം. 24 തിരുവനന്തപുരം. പാക് അധിനിവേശ കശ്മീരിൽ അവാമി ആക്ഷൻ ലീഗ് ആഹ്വാനം ചെയ്ത പ്രതിഷേധ പ്രകടനം അക്രമാസക്തമായി. പ്രദേശത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ്. വിലക്കയറ്റത്തിനും നികുതി വർധനവിനുമെതിരെയായിരുന്നു പ്രതിഷേധം. പോലീസും പ്രതിഷേധക്കാരുമായുള്ള ഏറ്റുമുട്ടലിൽ 2 പെൺകുട്ടികളും ഒരു പോലീസുകാരനും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. വൈദ്യുതി ബില്ലുകളിൽ ഉയർന്ന നികുതി ചുമത്തിയതിനെ തുടർന്ന് പാക് അധിനിവേശ കശ്മീരിലുണ്ടായ വിലക്കയറ്റത്തിനെതിരെ അവാമി ആക്ഷൻ കമ്മിറ്റി സമാധാനപരമായ പ്രതിഷേധത്തിന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ആഹ്വാനം ചെയ്തത്. മുസഫറാബാദിൽ ആഹ്വാനം ചെയ്ത ബന്ദ് പൂർണ്ണമായിരുന്നു. പ്രതിഷേധക്കാർ നഗരത്തിലെത്തുന്നത് തടയാൻ പോലീസ് ബാരിക്കേഡുകൾ ഉയർത്തിയതും കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിച്ചതും സംഘർഷങ്ങൾക്കിടയാക്കി. അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇസ്ലാംഗഡിന് സമീപം പ്രതിഷേധക്കാരും പോലീസും ഏറ്റുമുട്ടിയതിനെ തുടർന്ന് പ്രദേശത്ത് സംഘർഷം മൂർച്ഛിക്കുകയായിരുന്നു. POK സർക്കാർ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചെങ്കിലും പ്രതിഷേധക്കാർ നിരോധനാജ്ഞ ലംഘിച്ച് തെരുവിലിറങ്ങി. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ പലയിടങ്ങളിലും ഏറ്റുമുട്ടി. അക്രമത്തിൽ 2 പെൺകുട്ടികളും ഒരു പോലീസുകാരനും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പാക് അധിനിവേശ കശ്മീരിലെ മറ്റിടങ്ങളിലേക്ക് സംഘർഷം വ്യാപിക്കുകയാണെന്നാണ് വിവരം. ഇന്റർനാഷണൽ ഡെസ്ക് 24. അഫ്ഗാനിസ്ഥാനിലെ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 300 കടന്നു. നിരവധി പേരെ കാണാതായെന്നാണ് റിപ്പോർട്ട്. ദുരിതബാധിത മേഖലകളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അഫ്ഗാനിസ്ഥാന്റെ വടക്കൻ പ്രവിശ്യയായ ബഗ്ലാനിലാണ് വ്യാപക നാശനഷ്ടമുണ്ടായത്. പലയിടത്തും കൃഷിഭൂമി ഒഴുകിപ്പോയി. 2000 വീടുകൾ തകർന്നു. പ്രളയബാധിത മേഖലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബഗ്ലാലിനു പുറമെ ബഡക്ഷാൻ, ഘോർ, ഹെറാത്ത് മേഖലകളിലും കനത്ത മഴ തുടരുകയാണ്. തിഷ്കാൻ ജില്ലയിൽ റോഡ് ഒഴുകിപ്പോയി. കാബൂളിനെ വടക്കൻ അഫ്ഗാനിസ്ഥാനുമായി ബന്ധിപ്പിക്കുന്ന റോഡ് അടച്ചു. UN ഏജൻസിയുടെ നേതൃത്വത്തിലാണ് ദുരിതബാധിത മേഖലയിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നത്. പ്രളയത്തിൽ രാജ്യത്ത് വൻ സാമ്പത്തിക നഷ്ടമുണ്ടായതായി താലിബാൻ വക്താവ് വ്യക്തമാക്കി. സൈനിക ആശുപത്രികൾ വഴിയാണ് പരിക്കേറ്റവർക്ക് ചികിത്സ നൽകുന്നത്. അഫ്ഗാൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നുവെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. കഴിഞ്ഞ മാസം അഫ്ഗാനിസ്ഥാനിലുണ്ടായ കനത്ത മഴയിലും പ്രളയത്തിലും 70 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. പശ്ചിമബംഗാളിലെ സന്ദേശഖലിയിൽ വീണ്ടും വിവാദം കൊഴുക്കുന്നു. പീഡന പരാതി ഉന്നയിച്ച സ്ത്രീകളെ തൃണമൂൽ കോൺഗ്രസ് ഭീഷണിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു. പരാതി കെട്ടിച്ചമച്ചതെന്ന് ആരോപിച്ച് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയ്ക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. സന്ദേശഖലിയിൽ BJP തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റുമുട്ടി. തൃണമൂൽ കോൺഗ്രസ് നേതാവായിരുന്ന ഷാജഹാൻ ഷെയ്ഖിനെതിരായ പീഡനാരോപണം പരാതിക്കാരിൽ ചിലർ പിൻവലിച്ചതോടെയാണ് സന്ദേശ് ഖാലിയിൽ വീണ്ടും തർക്കം മുറുകിയത്. ഷാജഹാൻ ഷെയ്ഖിന്റെ ഗുണ്ടകളിൽ നിന്ന് സന്ദേശ് ഖാലിയിലെ സ്ത്രീകൾ നിരന്തരം ഭീഷണി നേരിടുന്നുണ്ടെന്ന് പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു. ഗുണ്ടകളെ തൃണമൂൽ കോൺഗ്രസ് സംരക്ഷിക്കുകയാണെന്നും വിമർശനം. ബലാത്സംഗ പരാതി വ്യാജമാണെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മയ്ക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് നിലപാട് കടുപ്പിച്ചത്. രേഖ ശർമ്മ, BJP നേതാവ് പിയാലിദാസ് എന്നിവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. അതിനിടെ സന്ദേശ് ഖാലിയിൽ തൃണമൂൽ BJP പ്രവർത്തകർ ഏറ്റുമുട്ടി. സംഘർഷത്തിൽ ഇരുവിഭാഗത്തിലെ പ്രവർത്തകർക്ക് പരിക്കേറ്റു. 24 ഡൽഹി. തിരുവനന്തപുരം കളക്ടറെ വിമർശിച്ചതിന് CPI സർവീസ് സംഘടനാ നേതാവ് ജയചന്ദ്രൻ കല്ലിങ്കലിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിൽ വിമർശനം കടുപ്പിച്ച് ജോയിന്റ് കൗൺസിൽ. നാളെ മുഴുവൻ കളക്ടറേറ്റുകളിലേക്കും പ്രതിഷേധ പ്രകടനം നടത്തും. കളക്ടർക്കെതിരെ ഉന്നയിച്ച വിമർശനങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് ജയചന്ദ്രൻ കല്ലിങ്കൽ. കുഴിനകം ചികിത്സിക്കാൻ ഡോക്ടറെ വീട്ടിലേക്ക് വിളിപ്പിച്ച തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിന്റെ നടപടിയെ ചാനൽ ചർച്ചയിലാണ് ജയചന്ദ്രൻ കല്ലിങ്കൽ വിമർശിച്ചത്. പിന്നാലെയാണ് ലാൻഡ് റവന്യൂ ബോർഡ് തഹസിൽദാരായ ജയചന്ദ്രൻ കല്ലിങ്കലിന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നും കളക്ടറെ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ലെന്നും ജയചന്ദ്രൻ കല്ലിങ്കൽ. വ്യക്തിപരമായി കളക്ടറെയോ അല്ലെങ്കിൽ സംവിധാനത്തിനെയോ ദോഷപ്പെടുത്താൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിലല്ല അതിനകത്ത് പങ്കെടുത്തത്. ഒരു ഉദ്യോഗസ്ഥൻ എന്നതിലുപരി സിവിൽ സർവീസ് സംഘടനയിലെ ഒരു പ്രധാനപ്പെട്ട സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ് ചർച്ചയിൽ പങ്കെടുത്തതും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്. ഇല്ലാത്ത കാര്യം ഞാൻ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് കുറഞ്ഞുപോയി എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെ സംബന്ധിച്ച്. കാരണം കാണിക്കൽ നോട്ടീസിനെ അസ്വാഭാവിക നടപടിയായാണ് ജോയിന്റ് കൗൺസിൽ കാണുന്നത്.
നിരന്തരം സർക്കാരിന് അപമതിപ്പുണ്ടാക്കുന്ന കളക്ടറോടാണ് വിശദീകരണം ചോദിക്കേണ്ടതെന്നാണ് ജോയിന്റ് കൗൺസിൽ നിലപാട്. നോട്ടീസ് പിൻവലിക്കും വരെ പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായി 14 കളക്ടറേറ്റുകളിലേക്കും നാളെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. റവന്യൂ വകുപ്പിന്റെ നടപടികൾക്കെതിരെ മറ്റു സർവീസ് സംഘടനകൾക്കും കടുത്ത അമർഷമാണുള്ളത്. ഭരണാനുകൂല സർവീസ് സംഘടനകൾക്കിടയിൽ പോലും അമർഷം പുകയുമ്പോഴും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ നടപടി പിൻവലിക്കേണ്ടെന്ന നിലപാടിലാണ് റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി. 24 തിരുവനന്തപുരം. 47ാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് പ്രഖ്യാപിച്ചു. ആട്ടമാണ് മികച്ച ചിത്രം. മികച്ച സംവിധായകനുള്ള പുരസ്കാരം ആനന്ദ് ഏകർഷിക്കാണ്. ബിജു മേനോനും വിജയരാഘവനുമാണ് മികച്ച നടന്മാർ. ശിവദ, സെറിൻ ഷിഹാബ് എന്നിവർ നല്ല നടിമാർക്കുള്ള പുരസ്കാരം പങ്കുവച്ചു. അസോസിയേഷൻ പ്രസിഡന്റും ജൂറി ചെയർമാനുമായ ഡോക്ടർ ജോർജ് ഓണക്കൂറും ജനറൽ സെക്രട്ടറി തേക്കിൻകാട് ജോസഫുമാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.